സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, പക്ഷേ കച്ചവടത്തിൽ ലാഭം കാണുന്നില്ല. ഇതെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ മുന്നിലുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽക്കും വളരെ ഒരുപാട് ആളുകൾ ഈ ഒരു ശ്രദ്ധ തീരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ സ്റ്റോക്ക് എൻട്രി സിസ്റ്റമാണ്. നമ്മൾ ബിസിനസ്സിൽ സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കും ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ടോട്ടൽ പർച്ചേസ് എമൗണ്ടെങ്കിലും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് പ്രൈസുകളൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ സെയിൽസ് പ്രൈസ് എത്ര ഇടണം എന്നുള്ളതും ശ്രദ്ധിക്കുക. എക്സ്പയറി കാര്യങ്ങൾ, ഡാമേജ്, ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും അതിനുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്തുതരാൻ പറ്റും. അതുമില്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മളെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് തരാനുള്ള വഴികൾ നമ്മൾ ചെയ്തു തരും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ സ്റ്റോക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് സ്റ്റോക്കുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫാസ്റ്റ് മൂവിങ്ങും സ്ലോ മൂവിങ്ങും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് സ്റ്റോക്ക് എൻട്രികൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് സ്ലോ മൂവിങ് പ്രൊഡക്റ്റ് ഉള്ളത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റീഓർഡർ പ്ലാനിങ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് വേസ്റ്റേജ് ആവാതെ ഓവർ സ്റ്റോക്ക് ആവാതെ ശ്രദ്ധിക്കണമെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് കൃത്യമായിട്ട് തുടരുക എന്നുള്ളതാണ്.